ഓ എന്റെ റബ്ബേ കൊണ്ട് പ്രാന്ത് വന്നല്ല സൂറ ഈ നമുക്ക് എവിടെ പോയി ഇങ്ങോട്ട് വരണ്ടേ വണ്ടി ഒന്ന് തള്ളാച്ചാലും ഒരാളും കൂടെ എന്താ എന്റെ കുട്ടിച്ച് കളിക്കാൻ നിക്കണേ നാളടങ്ങനൊക്കെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ മനുഷ്യനെ മക്കാറാക്കല്ലേ ജി എത്ര നേരം ഞാൻ എല്ലാ ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കും ഞാന് അതുണ്ടാവുക മര്യാദക്ക് ഇജ്ജ് പറഞ്ഞങ്ങോട്ട് കൂട്ടായിക്കോ കേട്ടോ ഇതിനങ്ങോട്ട് സാത്തായിക്കോ ഇഞ്ഞി കേട്ടോ കേട്ടോ എന്റെ കുട്ടി അങ്ങോട്ട് സാത്തായിക്കോ കേട്ടോ ഓ വെച്ചാലേ ഇവിടുന്ന് എന്നോടൊക്കെ ഉണ്ട മാന്യത പറഞ്ഞിട്ട് കാര്യം സൂറ ആ കോട ഇങ്ങോട്ട് എടുത്തിട്ട് പോരിട്ടോ കോട ഇത് എവിടെ നിക്കാറില്ല ചിലപ്പോ നടന്നു കൊണ്ടുവരൂ ഒരു കല്യാണത്തിന് പോവാനാണ് നിക്കണേ പാടത്ത് പണിക്ക് പോയാ മാതിരി ഞാൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് പാറണേന് ഒരു കണക്കുണ്ട് കേട്ടോ പറഞ്ഞിട്ടാന്ന് വേണ്ട പോവാന്ന് പറഞ്ഞിട്ട് ഇജ്ജ് കുടം കുത്തിയോട് വന്നാ മതിയോ അത് സ്റ്റാർട്ട് ആവണ്ടേ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് പൊളിച്ച് കീറിയത് അതേ ഒരു കാര്യം ചെയ് ഇത് എനക്കൊന്ന് തള്ളാൻ പറ്റുമോ കുറച്ചു നേരം തള്ളാൻ പറ്റുന്ന അങ്ങോട്ട് സ്റ്റാർട്ടായി അങ്ങനെ അങ്ങോട്ട് കയറി പോവാലോ നിങ്ങൾ ചോക്ക് വലിച്ചോ ചോക്ക് വലിക്കേ അന്ന് ശുക്കൂർ പറഞ്ഞിട്ടില്ലേ നമ്മൾ എന്തോ ഒരു ചോക്ക് ഉണ്ട് അത് വലിച്ചിട്ടുണ്ടെങ്കിൽ വേഗം സ്റ്റാർട്ട് ആവുന്നു അതൊക്കെ ഓർമ്മയില്ല കോട പിടിക്ക് സ്കൂൾ മാസം വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ചോക്കൊക്കെ വലിച്ചിട്ട് ഇനിയിപ്പത് ഊരി എടുക്കണ്ട നീ നോക്കട്ടെ ശരി അതന്നെ ഓർമ്മയില്ല ബിരിയാണി വിളമ്പണതിന് മുമ്പെങ്കിലും എത്തണോ ഇതൊന്ന് പിടിക്കേ കല്യാണം കഴിഞ്ഞ് അല്ലാ സമയം എത്ര വെച്ചിട്ടാ ആരപ്പത് എവിടേക്കാ പോയാക്കാ ഞങ്ങളൊരു കല്യാണണ്ടേ അതെയാ ശരി ഇതിപ്പോ എങ്ങനെ ഇങ്ങടായിട്ട് വന്നാ അതോ ഇല്ല ഞാൻ അങ്ങനെ ഇവിടെ ഇറങ്ങിയതാണ് അതെ അപ്പൊ ഒരു കാര്യം ഏതായാലും കണ്ട സമയക്കാൻ ചോദിക്കട്ടെ വിചാരിച്ചിട്ട് എന്താണ് എന്തേ അല്ല വണ്ടി കൊടുക്കണ്ട ഇതാ ആരാ പറഞ്ഞ എന്നോട് അല്ല ഞാൻ അവിടെ കടയിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ത് ഞാൻ ഒന്നാമത് എന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതാ പെരപ്പണിയൊക്കെ ആയിട്ട് പൈസ കയ്യിൽ കഴിഞ്ഞപ്പോ ഞാൻ അതാണ്ട് കൊടുത്തു കുറച്ച് പൈസ കയ്യിൽ കിട്ടി അപ്പൊ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു വാഹനമില്ല അപ്പൊ പഴയത് ഏതെങ്കിലും ഒന്ന് വണ്ടി ഉപയോഗിച്ചവര് പിന്നെ ഇല്ലാണ്ടായ വലിയ അടങ്ങ തന്നെ ഇനി പുതിയത് എടുക്കാനൊക്കെ വലിയ പാടാപ്പാ അയ്യോ അത് താങ്ങില്ല ഞാൻ ഇത് കൊടുക്കും ഞാൻ കുട്ടികളുടെ മാതിരിയല്ല പിന്നെ നോക്കണേ എനിക്ക് ഇതിനോടുള്ള സ്നേഹം കൂടി ഇല്ല ആരോ പറഞ്ഞോടെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അത് ഞങ്ങക്ക് ദേഷ്യം വരുമ്പോ ഈ സ്റ്റാർട്ടാവാൻ ഓരോന്നോ ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നാമത് നിങ്ങളുടെ വണ്ടി ആയതുകൊണ്ട് നന്നായിട്ട് നോക്കും ചെയ്യലോ ഞാനങ്ങനെ എനിക്കിത് ഭയങ്കര ജീവനാണേ ഞാൻ അങ്ങനെ കൊടുക്കൊന്നുമില്ല ഇനി എങ്ങാനും കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം പറയാം അപ്പൊ ഇപ്പൊ അടുത്തൊന്നും വണ്ടി എടുക്കണില്ല പറഞ്ഞതാണ് ആയിക്കോട്ടെ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇവിടെ വണ്ടി നല്ലതാണ് നല്ല വണ്ടി കിട്ടണ്ടേ ഇന്നെന്താ വരെ ഇത് വൈ കെടുത്തിട്ടില്ലല്ലോ അതല്ലൊക്കെ ഇതിനോട് സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അടങ്ങറാക്കിയിട്ടില്ല മൂപ്പര് അതെ അതെ അപ്പൊ ആയിക്കോട്ടെ 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 മാമാടെ മോളുടെ കല്യാണാണെന്നേ ആരുടെ എന്റെ മാമാന്റെ മോളുടെ കല്യാണാണ് ആ സമയത്ത് എത്ര നേരം അയച്ചിട്ടാ ഇറങ്ങേ അത്ര എന്താണ് ആ കല്യാണം വിളിക്കാൻ വന്നപ്പോ കണ്ടാവില്ല കണ്ടിട്ടില്ല പോവാ എന്തേ ഓഫായി നിങ്ങൾ എന്തിനപ്പോ ഓഫാക്കാൻ പോയത് ഞാൻ ആ സത്യശീലന്റെ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട് എന്തിനപ്പൊ മൂപ്പരിന്റെ ഇടയിൽ കയറി വന്ന് ചാട്ടാക്ക് ഇതെടുത്ത് കയ്യില് പിടിക്ക് പിടിക്കാത്തോട്ട് മനുഷ്യനെ അടങ്ങറാക്കാൻ വേണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ബിരിയാണി ഒക്കെ തീരും ബിരിയാണി തീർന്ന എനിക്ക് വേറെ ബിരിയാണി വെച്ചിട്ടുണ്ട് അവിടെ 1-ാം മന്തി 2-ാം മന്തി 3-ാം മന്തി ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് ഇരുന്നാ പോലെ എനിക്ക് അപ്പൊ ബിരിയാണിയാ വലുത് എന്റെ മാമാന്റെ മോളുടെ കല്യാണ എന്റെ മാമാടെ മോളുടെ ഇതിനിപ്പോ എന്റെ മോളില് കേറി പോവാൻ പറ്റുമോ ചോക്ക് വലിക്കുങ്ങള്
സ്റ്റാർട്ടാ. അതേ ഇജിവിടെ ചോറെന്തേലും വെച്ചുണ്ടോ? കല്യാണത്തിന് പോകുമ്പോ എന്തിനാണ് ഇവിടെ ചോറ്? കല്യാണത്തിന് ആരാ പോണ്? ഇത് സ്റ്റാർട്ടായാലല്ലേ കല്യാണത്തിന് പോവല്. ഇതൊന്നും നടക്കുന്നൊക്കെ തോന്നണില്ല. എന്റെ മാമാന്റെ മോളുടെ ആണ് കല്യാണോ? അതെ ആ. ഇതൊക്കെ എന്റെ മാമാടെ മോളുടെ കല്യാണത്തിന് എനിക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താണ്. സ്റ്റാർട്ട് ചെയ്തപ്പോ പോവാ. സ്റ്റാർട്ട് ചെയ്യാ എന്താ അല്ലാണ്ട് പിന്നെ ഇജ്ജ് പറഞ്ഞതിനൊക്കെ ഞാൻ ഈ പണി എടുക്കേണ്ടത്. എന്തേ എവിടെ പോന്ന്? എവിടെ പോന്ന്? ഒന്നും പറയണ്ട എന്റെ രാഘവേട്ടാ. ഞാനിതപ്പൊ ഓളുടെ ബന്ധത്തിൽ ഒരു കല്യാണം ഇപ്പൊ അതിന് പോവുക. അതെയാ? ആ ഹെൽമെറ്റ് ഉണ്ട്? ആരാണ്ടാക്കും? ഹെൽമെറ്റ് ഇപ്പൊ തലേക്കിട്ടുണ്ടല്ലോ. അത് കാരണം ഇപ്പൊ ദൂരി വെച്ചേക്ക. അതുണ്ട് ഇവിടെ ഉണ്ട്. ഓൾക്ക് ഇതാ വണ്ടിയിലുണ്ട്. വണ്ടിയിലുണ്ടല്ലേ? ആ അപ്പൊ ബുക്കും പേപ്പറും ഉണ്ടാ? ബുക്കും പേപ്പറും ഇല്ലാണ്ട് പിന്നെ അങ്ങനെ വണ്ടിയായിട്ട് പോവാ. അതുണ്ട്. അതെ. ആ പുക പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാ? അല്ല നിങ്ങളിപ്പോ എന്താ ചോദ്യം ചെയ്യാൻ നിക്കാണ്? ഒരു സ്ഥലത്ത് ധൃതിക്ക് പോവാണെന്ന്. ആടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് ജംഗ്ഷനില്. എവിടെ? ഇവിടെ. അതെ. ആ അതുകൊണ്ടാ പറഞ്ഞേ. അല്ല അപ്പൊ ഇതൊക്കെ ചോദിക്കോ? പുക കുഴപ്പമുണ്ടോ? പിന്നെ അവരെന്തായാലും ചോദിക്കും. എന്തപ്പോ ചെയ്യണ്ട്? അതൊന്നും കുഴപ്പമില്ല, അങ്ങോട്ട് പോവന്നെ. അതിപ്പോ എത്ര 100 രൂപ കൊടുത്താ പോവാൻ പറ്റും? അതെ ഇവിടെ ഒരു നല്ല പുക പരിശോധന പെട്ടെന്ന് തരും. തൊട്ടന്നെ മനസ്സിലായിക്കാറാ. ഞാൻ പോയിണ്ട്. അതെ നമുക്ക് ഇന്നത്തൊന്ന് പരിശോധിച്ചിട്ടാ പോയാലേ. ഇനിയിപ്പൊ ബിരിയാണി ഒക്കെ തീരും. ബിരിയാണി എനിക്ക് മേടിച്ചാ തരാന്നാല്. ബിരിയാണി അല്ല കല്യാണോ? കല്യാണം ഉച്ചവരെ ഉണ്ടാവൂലേ ഭക്ഷണം എല്ലാം? എന്നാ പിന്നെ അങ്ങനെ വേഗം പൂവന്നെ. എന്നാ ഇനിയിപ്പോ ഒന്ന് പോയിട്ട് നോക്കിട്ട് വരാം. അപ്പൊ നല്ല വണ്ടി ഇരിക്കട്ടെ. ഒരു 50 റുപ്യ. ഒരു 50 റുപ്യ. 50 റുപ്യ എന്തിനാ ആവട്ടെ? നിങ്ങൾക്ക് 50 റുപ്യ ഞങ്ങൾക്ക് ഇത്രയും പൈസ ഞാൻ ലാഭമാക്കി തന്നെ. അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ അങ്ങ് പോയി പിടിയിൽ പെടൂലേ? ഒരു 50 റുപ്യ. ഞാൻ ഈ വെയിലും കൊണ്ടുകൊണ്ട് നിക്കുന്നില്ലേ? എന്താ ഒരു സഹായത്തിന് ഇതിപ്പോ ഒരു സഹായല്ലേ? അതിനൊക്കെ നിങ്ങള് കായ് വയ്ക്കാച്ചാല് എന്താപ്പത് സഹായ? എന്നാലും നമുക്ക് സഹായം വേണ്ടേ? കോയക്ക എന്നാപ്പ 50 റുപ്യ ഉണ്ട്. ഇപ്പൊ സഹായിക്കണേലൊക്കെ കായ് വാങ്ങ. അങ്ങനെയല്ല. ആ നിലക്കാച്ചപ്പൊ ഞങ്ങൾക്കൊരു സഹായമാണ് ഇപ്പൊ ഈ ചെയ്തത്. അതെ, എനിക്കൊരു സഹായം ഞാൻ ഈ വെയിലിന് കൊണ്ടുവന്ന് നിക്കുന്നില്ല കോയക്ക. നിങ്ങള് വീട്ടിലേക്ക് പോയിക്കോ. ഇവിടെ നിന്നാ നാട്ടുകാർക്ക് നഷ്ടാണ്. അതന്നെ, അത് ശരിയാ. അല്ല ഇപ്പൊ മൂപ്പര് പോയിക്കോളും വീട്ടിലേക്ക്. നമ്മളിപ്പോ എങ്ങനെ പോവാ? വീട് എന്ന് പറഞ്ഞത് ഓഫാക്കിയില്ലേ വെച്ചാലേ? വണ്ടി ഓഫാക്കിയില്ലേ? ഓരോരോ ഇടങ്ങറി ഇറങ്ങ. ആ ചോക്ക് വലിക്ക് ആദ്യവും. ചോക്ക് വലിക്കണത് അല്ലാത്ത എന്തൊന്നും അപ്പത്തിനൊക്കെ പറയാ. വണ്ടി കത്തിക്കാവണ്ട അങ്ങോട്ട് വാദിക്കങ്ങട്. ശാന്തും വരുന്നുണ്ട്. എവിടെ ഇപ്പൊ ചാട്ടാവണത്? നിങ്ങൾക്കിപ്പോ സമാധാനായ അയ്യാ? രാഘവാ, എന്തായാലും ഒരു 50 റുപ്യ ഞാൻ എന്നാ സഹായിച്ചില്ലേ? ഇതൊന്ന് ചാട്ടാക്ക്. ചാട്ടാക്കി തരാൻ പറ്റുമോ? എനിക്കുണ്ടളിയ 2-3 കല്യാണം. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? വണ്ടിയുടെ പൊല്യൂഷൻ കറക്റ്റ് അല്ലാന്ന് ഞാൻ 1-2 വട്ടം ചെക്ക് ചെയ്ത്, രണ്ടും ഫെയിലാണ്. എങ്ങനെ വരാനാണ്? ഹൈവേ പോലീസുകാർ ചാടി വീണ അതിന് ഫൈൻ കൊടുക്കണ്ടേ? നോക്കട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാം. ഇവിടെ കണ്ണനെ ആക്കിയിട്ട് വരാന്നോർത്താണ്, അവൻ വന്നിട്ടുമില്ല. ശരി. ആ എന്തേ? അതൊന്ന് നോക്കിയാ ഇതിന്റെ പുകൊന്ന് നോക്ക്. അതെ, വണ്ടി ഒന്ന് തിരിച്ചു വെച്ചോ. തിരിച്ചു വെക്കണം. വണ്ടി എടുത്ത് തിരിച്ചു വെക്ക്. അങ്ങോട്ട് മാറിക്കാട്. തിരിക്കേ പറഞ്ഞു. ഫോൺ നമ്പർ പറയാ നിങ്ങടെ. അതാ പറഞ്ഞു. വണ്ടി തിരിക്കാൻ പറഞ്ഞ ചെയ്യണ്ടേ?
ഞാൻ എന്റെ ഇടക്ക് ഫോൺ നമ്പർ പറയാല. എങ്ങാടാണ് തിരിച്ചു പോകാനല്ല പറഞ്ഞത്, ഒന്ന് തിരിച്ചു വെക്കാനാ പറഞ്ഞത്. അത് തിരിക്കട്ടോ എന്തൊരു കഷ്ടമാണ്. ഇത് വേഗത്തിലൊന്നും തരാ എന്റെ മാമാന്റെ മോളുടെ ആ കല്യാണം അല്ല, ഇതില്ലാതെ പോയ കല്യാണം കൂടുതലൊന്നും നടക്കൂല. സമയത്തെത്തണ്ടേ? പറഞ്ഞോ. ഫോൺ നമ്പർ ഇതിക്കോ. ആ പറ. 94471 ഏയ് കറക്റ്റ് പറയണ ഇവിടെ റെക്കോർഡിക്കലാക്കാൻ വേണ്ടി. ഇജ്ജത് എഴുതണോ ചങ്ങായി? ഇത് ആളെ തെറ്റിക്കണ ആളാണ്. 71 ആ 370 ആ 370 എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്ത്. 01 കളി. ഇതേ പണ്ട് ഫോണിലൊക്കെ വിളിച്ചു പറഞ്ഞാ ചെയ്തു തരുന്ന ഒരു കാലം ഉണ്ടായി. ഇപ്പൊ എല്ലാം 2021 തൊട്ട്. ആ കണ്ണാ എടാ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്താ പോകാം. ഓക്കെ, നീ എവിടെ പോയി കിടക്കണത്? അത് എടുത്ത് വെച്ച് നോക്കടാ. സ്റ്റാർട്ട് ചെയ്യത് വണ്ടി സ്റ്റാർട്ട് ചെയ്യ. നീ പടക്കം പൊട്ടിക്കണ പോലെ ആണെങ്കിൽ കയ്യാണെങ്കിൽ ചെയ്യടാ. സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ സ്റ്റാർട്ട് ആവില്ലല്ലോ. അത് സ്റ്റാർട്ടായി. അതന്നെ അങ്ങനെ കയറുന്നോളി. ആ പോകാൻ ആരെങ്കിലും വരുമ്പോ വന്നോളാം. ഒന്ന് ആക്സിലേറ്ററോട്. അങ്ങനെ പറ്റില്ല ചങ്ങായി. പറത്തോട് അത് ചെയ്യണത്. അപ്പൊ മതി ഓഫ് ചെയ്തോ. ഓഫ് ചെയ്തോ. ഓഫ് ചെയ്തോ. പടത്തോന്റെ കുതിർത്ത അല്ല കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ പോയാലോ? പോകാൻ പറ്റേ 80 രൂപ. 80 ആ കായ് ഒന്നുമില്ലാതെ 80 ഉറുപ്പ്യാണോ? അപ്പൊ 80. അതെ ഓർത്താൽ വേഗം പോവാട്ടാ. മിണ്ടാണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനി പോലോ കാര്യങ്ങളോർക്കണ്ടേ? കടലാസ് വെക്കി അതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല കസ്റ്റമർ ഉണ്ട്, ഞാൻ വന്നോളാം. ചങ്ങായി കടലാസ് ആയിട്ട്. അതെ പോണം. കടലാസ് വേണ്ട, തോറ്റുപോയി. പുകയുണ്ട് വണ്ടിക്ക്. തോറ്റോ? തോറ്റ് പുകയുണ്ട് വണ്ടിക്ക്. ഇതേ ഏതെങ്കിലും 2 വീലർ വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ഒന്ന് സർവീസ് ചെയ്യ്. ആ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യണം, ഓയില് മാറ്റണം, ഒന്ന് സർവീസ് ചെയ്തുകൊണ്ടാ നല്ല ക്ലിയർ ആവും. പട്ടിക്കഴുകയുടെ മോനെ കഴിഞ്ഞ 1.5 കൊല്ലം വരെ നാട്ടിലോട്ട് പട്ടിയപ്പല പഠിച്ചെടുക്കും. നീ എന്ന് കരുതി എന്റെ കൺമുമ്പിൽ വരൂലെന്ന്? നിന്റെ ആക്സലേറ്ററിന്റെ അഹങ്കാരം അത് ഇന്ന് തീർത്ത് തരണോ ഞാൻ. ഇതാരോടാ സംസാരിക്കുന്നത്? ആശാനെ കഴിഞ്ഞ 1.5 കൊല്ലം എന്റെ നാട്ടിലോട്ട് വലിച്ചടിച്ച വണ്ടിയാണ് ഇത് എന്റെ മുമ്പിൽ കണ്ടെത്തിയതാ. KL32G36. അതുകൊണ്ടാ നീ ഈ വണ്ടിയുടെ ഇഞ്ചൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുവരെ ക്ലീൻ ചെയ്യാത്ത? അത് നമുക്ക് ഒന്നും ചെയ്യണ്ട ആശാനെ. എന്ത് ചെയ്യേണ്ടത്? ചെയ്തു കൊടുത്താലാണ് എനിക്ക് പൈസ കിട്ടുള്ളൂ. നിന്നോട് ഇപ്പൊ ഞാൻ എന്ത് പണിയാ പറഞ്ഞു? അത് ചെയ്തിട്ടുണ്ട്. എന്താ? ഇതാ നമ്മുടെ അനിയൻ കുഞ്ഞു സാറിന്റെ വണ്ടിന്റെ. എടാ അനിയൻ കുഞ്ഞു സാർ ഈ വണ്ടി എന്തിനാ കൊണ്ടുവന്ന്? അതിന് കുഴപ്പമുണ്ടല്ലോ. എടാ അതിന്റെ ക്ലച്ച് ഡിസ്ക് മാറ്റാനല്ലേ ഞാൻ പറഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞു ഹെഡ്ലൈറ്റ് അയക്കാൻ? ആശാനെ ക്ലച്ച് ഡിസ്കിന് എങ്ങനെ വലിച്ചാ കിട്ടുന്നില്ല, ഇത് എളുപ്പത്തിൽ കിട്ടി. നീ എന്നാടാ ഒരു മെക്കാനിക്കലാവുക? ഞാൻ പറഞ്ഞ പണി ചെയ്യടാ നീ. അതെ സാറേ. എടുക്കണ്ട, ഇത് ഞാൻ മാറ്റിക്കോളാം. നീ പോയിട്ട് ഇതിന്റെ ഇഞ്ചൻ അവിടെ അയച്ചു വെച്ചിട്ടില്ലേ, അത് ക്ലീൻ ചെയ്യും. ഇതന്നെ എവിടുന്ന് അയച്ചത്? സുഹൃത്താ എന്തായി വണ്ടേ? പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. സാറായില്ലേ? സാറായി. ഒരുപാട് വണ്ടി തിരക്കാണേ. അത് ശരി. പക്ഷെ ഇക്ക പറഞ്ഞു കഴിഞ്ഞാ പിന്നെ സമയത്തിന് എങ്ങനെ തരാണ്ടിരിക്കുക? അല്ല പന്റെ അടുത്ത് തരണേ. പിന്നെ എന്താ ഇവനൊക്കെ നമ്മള് വിചാരിച്ച പോലെ അല്ല. ഈ കറുത്ത പുക എങ്ങനെ വരണം എന്താ അറിയോ? ഇഞ്ചൻ ഓയിലേ മാറ്റാണ്ട് ഇങ്ങനെ കുറുകുറുന്നായി കട്ടായിട്ട് ഇഞ്ചങ്ങട് സ്റ്റക്കായി. മാറ്റിയില്ലേ? മാറ്റി. ഇഞ്ചൻ ഓയിൽ മാത്രല്ല മാറ്റേണ്ടി വന്നേ. ആ ബെയറിംഗ് ഒക്കെ സ്റ്റക്കായി. അപ്പൊ ബെയറിംഗ് ഒക്കെ മാറ്റേണ്ടു. നന്നായി. ഇതിലത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാം പുതിയത് മേടിക്കുന്നത്. അത് നന്നായി. ഇപ്പൊ ഇഞ്ചൻ പണി മുഴുവൻ കഴിഞ്ഞ് പുതിയ ഓയിൽ ഒഴിച്ചു. ഇനി നല്ല പുകയെ വരുള്ളൂ. ഇനി പുക ടെസ്റ്റിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുഴപ്പമില്ല. അപ്പൊ സാധനങ്ങൾക്ക് മൊത്തം 4000 ഉറുപ്പ്യ. 4000 ഉറുപ്പ്യ. അത് സാധനങ്ങളുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 1200 ഉറുപ്പ്യ പണിക്കൂലിയും വരും. 5200 ഉറുപ്പ്യ വരും.
ഇതിപ്പോ ഇക്ക സ്ഥിരം വരുന്ന ആളായോണ്ട് 100 റുപ്യ കുറച്ചോ 5100 റുപ്യ എന്നാ മതി. ഇതെന്തപ്പ ഈ ഒരു വണ്ടി ഞാൻ ഈ 5000 ഉറുപ്പ്യ എനിക്ക് തന്ന് കൊണ്ട ഇത് കൊടുത്ത എന്ത് കിട്ടും? ഒരു 5500 ഞാൻ അവിടെ ആക്കി തരാം. എത്ര? ഒരു 5500. 5500. അതിൽ 5000 ഉറുപ്പ്യ നിങ്ങൾക്ക് ഇപ്പൊ തരണം. ഇന്ന് 500 ഉറുപ്പ്യ കൂടെ അട്ടിക്കാളി ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് പോവാ. അതല്ല അതെന്തറിയോ, ഇതിപ്പോ ഒരു 5 കൊല്ലത്തിന് ഇനി നോക്കണ്ടേ. എന്ത് നോക്കണ്ടെന്ന്? വണ്ടി ഓടിക്കാൻ നോക്കണ്ട? അതല്ല, വണ്ടിന് റിപ്പയർ ഒന്നും നോക്കണ്ട, നല്ല കണ്ടീഷൻ ആയിട്ട് ഓടിക്കാം 5 കൊല്ലം. എനിക്കിത് വണ്ടി കൊടുത്ത് നേരെയാക്കിയില്ലായിരുന്നാ? പിന്നെ നേരാക്കാണ്ട് അതൊക്കെ നേരാക്കി. ഇത്തവണ ഫെയിലാണല്ലോ. ജയിച്ചാ? തോറ്റ് പോകേണ്ട വണ്ടിക്ക് പുക പഴയതിലും കൂടുതലാണ് ഇപ്പോഴും. ഇപ്പൊ നാശായക്കന്നെ പുക വരുന്നുണ്ടോ? പുക കൂടുതലാണ്. എന്താ ഈ പറയണ? 10000 ഉറുപ്പ്യ ചെലവാക്കിയാണ് ഇപ്പൊ ആ വണ്ടിക്ക്. ഇനിയിപ്പൊ അതിന്റെ ടയറും സീറ്റും മാത്രമേ മാറ്റാളോ, ബാക്കിയൊക്കെ ചെയ്തതാണ്. ഇതില് കാണിക്കുന്നുണ്ട് പുക കൂടുതലാണെന്നേ. എങ്ങനെ പുക കൂടുതലായി കാണിക്കണേ? അതെ, നിങ്ങള് വാട്സാപ്പുകാരും പുക പരിശോധിക്കുന്നവർ തമ്മിൽ വല്ല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാളിട്ടോ, അല്ലാണ്ട് കായ് എന്താ ചെയ്യാൻ തരാം. എന്ത് വർത്താനോണിക്കാ പറയണ? ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ പുക പരിശോധിക്കണ എന്റെ വീട്ടിൽ അടപ്പ് പുകയാൻ വേണ്ടിയാണ്. ഞാൻ പിന്നെ നിങ്ങളെ പറ്റിക്കാൻ നിൽക്കുവോ? അല്ല, ഇപ്പൊ ഇതിപ്പോ നേരാക്കിയാണ്, പിന്നെ എന്താ ഈ പുക അങ്ങനെ വരണ്ടേ? ഇവിടെ കിടന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കോയക്ക. നമ്മുടെ സംസ്ഥാനത്തെ പുക പരിശോധന കാര്യക്ഷമമല്ലാത്തത് കൊണ്ടേ കേന്ദ്രത്തിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഇപ്പൊ അതിലൂടെ പരിശോധിക്കാൻ നേരത്തെ 50% വാഹനങ്ങൾ ഫെയിലാ കാണിക്കണം. ഇപ്പൊ കോയക്കാട് തന്നെയല്ല, ഇതിലും പുതിയ വണ്ടി ഉണ്ടെന്ന് കാണിച്ചിട്ട് ഇവിടെ ഫെയിലാവുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സോഫ്റ്റ്വെയറിലൂടെ അല്ലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലപ്പോ ഞാൻ കാശ് ചെലവാക്കിയൊക്കെ പോയിപ്പോ അത് കറക്റ്റ് ആയിട്ടുണ്ടാവൂല, അതാണ്. എന്തപ്പ ചെയ്യാ? അല്ലപ്പ ഇത് എങ്ങനെ ഇപ്പൊ ഞാൻ കൊണ്ടടക്കത് പിന്നെയും പോകാൻ വരുവച്ചാല്? അതെ, ഇത് സർട്ടിഫിക്കറ്റ് പിടിച്ചോ, ഇത് ഫെയിലായതാണ്. ഇതിന്റെ അടിയിൽ കണ്ട റിന്യൂ ചെയ്യണ ഡേറ്റ് ഉണ്ടാവൂല, അപ്പൊ തന്നെ പോലീസുകാർക്ക് അറിയാ പുകയുണ്ട് വണ്ടിക്കുന്ന്. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്താ കാര്യം? അത് കാണിച്ചിട്ട് അല്ല, ഞാൻ ഒരു പണി ചെയ്, ഈ വണ്ടി ഇനി കൊണ്ടു നടക്കണ്ട, അത് ആർക്കെങ്കിലും കൊടുത്തുകളാ, അതല്ലത്. ഇനി എങ്ങാനും കൊടുക്കാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ എന്നോടൊക്കെ പറയാം. നോക്കിയേ ഇങ്ങനത്തെ കാണൂലേ? എന്ത് പോക്കസാരവൻ പോയത് കണ്ടങ്ങള്? അവൻ പോട്ടോ, അവൻ ഇതിലും സ്പീഡിൽ പോണം. കാര്യമുണ്ട്, ഇവൻ ഇങ്ങനെ പോയാലേ ആംബുലൻസുകാർക്ക് പണി കിട്ടുള്ളൂ. പിന്നെ ആംബുലൻസ് ഇവൻ തട്ടിപ്പോയി കഴിഞ്ഞാണ്ടല്ലോ സഞ്ജയന കാർഡ് അടിക്കും, പ്രസ്സുകാർക്ക് പണി കിട്ടും. പിന്നെ 16 അടി ദിനം നടത്തി കഴിയുമ്പോ പന്തലുകാര്, പാചകക്കാര്, അങ്ങനെ കുറെ പേർക്ക് പണി കിട്ടൂല. അവൻ പോട്ടറാ സ്പീഡിന്. വായിക്കരി വെക്കാനാണ് പോക്ക് കണ്ടില്ലേ? പിന്നെ ഇനി പകയില് പറഞ്ഞു തരുമോ? തന്റെ പരിചയത്തിലുള്ള ആരുടെങ്കിലും മോനാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു സദ്യ കഴിക്കാമല്ലോ. എന്റെ പരിചയത്തിലൊന്നല്ല, കൊറേ ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് തന്നെ.